സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് പിന്മാറ്റം. പ്രശ്നപരിഹാരത്തിന് ട്രാൻസ്പോർട്ട് പോളിസി ഉണ്ടാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. സൂക്ഷ്മ പഠനത്തിന് 5 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചർച്ചയിൽ തൃപ്തരല്ല എന്നും തൽക്കാലം പണിമുടക്കില്ല എന്നാണ് തീരുമാനമെന്നും ഉടമകൾ വ്യക്തമാക്കി. ചർച്ചയിൽ വന്ന ഉടനെ അതിനൊക്കെ എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് അനുഭാവപൂർവ്വം നമ്മൾ പരിഗണിക്കുകയാണ്. അവരുടെ ഞങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ അജണ്ടയും അവരുടെ മെമ്മോറാണ്ടങ്ങളെ പരിശോധിച്ചിട്ടുള്ളതാണ്. അവർ പലതരത്തിലുള്ള പ്രപ്പോസൽസ് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്കിപ്പോൾ ഒറ്റയടിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മീനിങ് അതിനാണല്ലോ ഈ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അവർ കമ്മിറ്റിയോട് പറയട്ടെ എന്തൊക്കെ പ്രപ്പോസലാണ് അവർക്കുള്ളത് എന്ന് പറയട്ടെ. അതിപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ചർച്ച മുഴുവൻ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നൊരു ചർച്ച നടത്തിയതിൽ നിന്ന് ഒരു തീരുമാനം അറിയിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ ബസ് ഉടമകളുമായി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൂടിയാലോചന യോഗം നടത്തി ഞങ്ങൾ സംയുക്ത സമിതി യോഗം വിപുലമായ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കും. അതുവരെ ഇപ്പോൾ തൽക്കാലം ഒരു ബസ് നിർത്തിയുള്ള സമരവുമായിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല. ആഷിൻ ഡിയോഗോയ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിൻ, എന്താണെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, ഒരു പണിമുടക്ക് എന്ന തീരുമാനത്തിലേക്ക് തൽക്കാലമില്ല എന്ന് ബസ് ഉടമകൾ പറയുന്നുണ്ട്. നമുക്കറിയാം, പ്രിയദർശിനി പദ്ധതി വലിയ ഹിറ്റാണ്. അത് സ്ത്രീകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അത് സമൂഹമാകെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ, പ്രൈവറ്റ് ബസ് ഉടമകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണാതിരിക്കാൻ കഴിയുന്നതല്ല. അവർക്ക് ഡീസൽ അടിക്കുന്നതിന് പോലും പൈസയില്ല, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് പോലും പൈസയില്ല. കുറേ നാളുകളായി അവർ അത്തരത്തിൽ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. റീത്ത് വെച്ച് ഇത്തരത്തിൽ പല വർഷങ്ങളായി തുടർന്ന് പോകുന്ന പല പ്രൈവറ്റ് ബസ്സുകളും ഇപ്പോൾ യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ട്, ഓട്ടം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതായിരുന്നു അറിയേണ്ടത്. ഇന്നത്തെ ചർച്ചയിൽ ഇരുപക്ഷവും മന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ബസ് അസോസിയേഷൻ അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി, ഇനി അടുത്തൊരു നടപടി എന്തായിരിക്കും? ഷിഹാസ്, ഏറെ നിർണായകമായ ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ തൽക്കാലം ഈ പ്രത്യക്ഷ സമരം, അതായത് പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് ബസ് ഉടമകൾ മാറിയിട്ടുണ്ട്. അതിന് കാരണം ഓണമാണ് വരുന്നത്, ഉത്സവകാലമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ മേഖലയ്ക്ക് ഇപ്പോൾ തന്നെ പ്രിയദർശിനെ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അവർക്കുണ്ടായിട്ടുള്ള കടവും അതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓണക്കാലത്തെ ഓട്ടത്തിലാണ് അവരുടെ പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് നിലവിലിപ്പോൾ തൽക്കാലത്തേക്ക് ഈ മന്ത്രിയുടെ ചർച്ചയിൽ അതൃപ്തരാണെങ്കിൽ പോലും സമരവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നടന്ന ഈ 2 മണിക്കൂർ നീണ്ട ഈ ചർച്ചയിൽ വിവിധ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. സ്റ്റുഡന്റ് ടിക്കറ്റ് കൺസെഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പ്രിയദർശിനി മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പഠിക്കുന്നതിന് അത് സംബന്ധിച്ചുള്ള അടിയന്തര തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയദർശിനി മൂലം സ്വകാര്യ മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള ഇമ്പാക്ട് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിനു വേണ്ടി, അത് സൂക്ഷ്മമായി തന്നെ പഠിക്കുന്നതിനു വേണ്ടി ഒരു 5 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ DGP K പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. പരിശോധനാ റിപ്പോർട്ട് 45 ദിവസത്തിനകം കൈമാറണം എന്നൊരു നിർദ്ദേശമാണ് ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടിക്കറ്റ് ഇതര വരുമാനം എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം എന്ന് സംബന്ധിച്ചായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് സ്വകാര്യ ബസ്സുകളിൽ കൊറിയർ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം അത് നടപ്പിലാക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഈ സ്വകാര്യ ബസ് ഉടമകളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, ബസ്സിനകത്തും പുറത്തും പരസ്യം സ്വകാര്യ ബസ്സുകൾ KSRTCയിൽ നേരത്തെ നൽകിയിരുന്ന പോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും ബസ്സിന് അകത്തും പുറത്തും പരസ്യം നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിന് ഉത്തരവായി പുറത്തിറങ്ങുമ്പോൾ മുതൽ സ്വകാര്യ ബസ്സുകൾക്ക് പരസ്യം നൽകി വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ബസ്സിന് റോഡ് ടാക്സ് ആവശ്യമുള്ളവർക്ക് അത് പകുതി അടയ്ക്കാം, അതായത് EMI പോലെ പകുതി അടച്ച് റോഡ് ടാക്സ് നൽകാനുള്ള സൗകര്യം ഏർപ്പാടാക്കും. ഒപ്പം തന്നെ ഒറ്റ വൺ ടൈം സെറ്റിൽമെന്റിനുള്ള അവസരം ഒരുക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റൂട്ട് തർക്കം. KSRTC ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും തമ്മിലുള്ള വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ റൂട്ട് തർക്കം, അതിലൊരു പരിഹാരം എന്നുള്ള രീതിയിൽ റൂട്ട് പ്ലാനിംഗ് ഓട്ടോമേഷൻ വഴി ഒരു തീരുമാനം ഉണ്ടാക്കും. അതുപയോഗിച്ച് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ റൂട്ട് ഓട്ടോമേഷൻ, പ്ലാനിംഗ് ഓട്ടോമേഷൻ നടത്തി ഈ തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതൊരു വ്യവസായമായി അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിക്കും എന്നുള്ളതാണ് മന്ത്രി ഇവരെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 45 ദിവസത്തെ സമയപരിധിയിൽ ഈ സ്വകാര്യ ബസ് ഉടമകൾ അതൃപ്തരാണ്. കാരണം നേരത്തെയും വലിയ രീതിയിൽ തന്നെ പഠനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ തന്നെ 30% ബസ്സുകൾ കട്ടപ്പുറത്താണ്, പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഓണമാകുമ്പോഴേക്കും, അതായത് 45 ദിവസം കൂടി കഴിയുമ്പോഴേക്കും
പകുതിയിലധികം സ്വകാര്യ ബസ്സുകളും ഓടിക്കാൻ നിരത്തിലിറക്കാൻ കഴിയാതെ ഒതുക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം ഒരു പരിഹാരമാണ് സ്വകാര്യ ബസ് ഉടമകൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രമേൽ വലിയ പ്രതിസന്ധി, ഇന്നുവരെ ഇല്ലാത്ത വലിയ പ്രതിസന്ധി, വലിയ സാമ്പത്തിക നഷ്ടം അവർ അനുഭവിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ 5 അംഗ സമിതി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു പണിമുടക്കിലേക്ക് പോകാൻ ബസ് ഉടമകൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലെല്ലാം ഒരു പരിഹാരം, ഒരു അതിവേഗ നടപടിയാണ് അവർ ആഗ്രഹിക്കുന്നത്.